ടു സൈലന്റ് ലേണിംഗ് അഖില മിസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ EVS മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ, എ ജേർണി ത്രൂ കേരള, കേരളക്കരയിലൂടെ എന്ന് പറയുന്ന ഒരു പാഠഭാഗം. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ സംസ്ഥാനം അല്ലേ, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ അറിയപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് അല്ലേ, ഒരുപാട് കാഴ്ചകൾ നമുക്ക് കേരളത്തിലുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയോദ്യാനം, ഒരു നാഷണൽ പാർക്കാണ് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക് കേട്ടോ. ഇരവികുളം ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ദേശീയോദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്ക് എന്നൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ വന്യജീവി സങ്കേതങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്തിനാണ് ഇതൊക്കെ? നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ കുറേ ജീവികളൊക്കെ എന്ത് ചെയ്തു പോകുന്നുണ്ട്, വല്ലാതെ എണ്ണത്തിൽ ഇങ്ങനെ കുറവ് വരുന്നുണ്ട്. ഓരോ കൊല്ലം കഴിയുന്തോറും ഇവരുടെ എണ്ണം എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ എണ്ണത്തിൽ കുറവ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താണ്, ഇവരുടെയൊക്കെ ജീവൻ എന്ത് ചെയ്യാണ്, ഭീഷണിയാണെന്നാണ് അർത്ഥം. അതായത് സമയം കഴിയുന്നതിനനുസരിച്ച് ഈ ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്, നശിച്ചു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാഷണൽ പാർക്കുകളും അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ജില്ലയാണ് നമ്മുടെ ഇടുക്കി അല്ലേ. അപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള ഒരു നാഷണൽ പാർക്ക്, ഒരു ദേശീയോദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് നമ്മുടെ നീൽഗിരി താർ അല്ലേ, നമ്മുടെ വരയാടുകളാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള വരയാടുകൾ. അപ്പോൾ ഈ വരയാടുകളെ സംരക്ഷിക്കുന്ന ആ ഒരു സ്ഥലമാണ് ഏത്, നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഇരവികുളം ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇടുക്കി ജില്ലയിലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് മേഖല എന്ന് പറയുന്നത് രാജമല എന്നറിയപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രാജമലയിൽ മാത്രമാണ് നമ്മൾ മനുഷ്യന്മാരെയൊക്കെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ എന്ന് പറയുന്ന സമയത്ത് ആരാണ്, ആ സ്ഥലം കാണാൻ പോകുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ അല്ലേ, അവർക്കൊക്കെ പ്രവേശനമുള്ളത് ഈ രാജമലയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ ബാക്കി പ്രദേശങ്ങളിലേക്കൊന്നും നമുക്ക് എന്തില്ല, പ്രവേശനം ഇല്ല അല്ലേ. കാരണം എന്താണ്, അവിടെയൊക്കെ ഈ ജീവികളെ സംരക്ഷിച്ചുകൊണ്ട് പോരുകയാണ് അല്ലേ. അപ്പോൾ നമ്മളായിട്ട് അവിടെ എന്ത് ചെയ്യരുത്, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയാണ്. ഇരവികുളം നാഷണൽ പാർക്ക്, ഇരവികുളം ദേശീയോദ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് നമ്മുടെ വരയാടുകളെ അല്ലേ, നീൽഗിരി താസിനെയാണ് എന്ത് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത്. ഒരുപാട് നദികളൊക്കെ അവിടെ നിന്ന് ഉദ്ഭവിക്കുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമാണ് അല്ലേ രാജമല എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഏരിയയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജില്ലയായിട്ടുള്ള ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ. ഇതേപോലെയുള്ള കേരളത്തിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.